ഈ വണ്ടിക്കകത്തിരിക്കുന്ന ഒരു പടി ഉണ്ടല്ലോ, ഹാഫിസ് 19 വയസ്സിൽ ഒരു വണ്ടി എടുത്തിട്ട് വേൾഡ് ടൂർ പോയി. അതായത് മൊത്തം രാജ്യങ്ങൾ കറങ്ങി വരാൻ തീരുമാനിക്കുക 19 വയസ്സിൽ. 50 രാജ്യം ലക്ഷ്യമിട്ടു. ഇപ്പോൾ 13 കഴിഞ്ഞിട്ട് സുഡാനിൽ വണ്ടി ഇട്ടിട്ട് തിരിച്ചു വന്നേക്കുക. അപ്പോഴേ നമ്മൾ കണ്ടുപിടിച്ചേക്കുക. വല്ലാത്ത സംഭവമാണ് കേട്ടോ ഇത്. യാത്ര എന്നൊക്കെ പറഞ്ഞാൽ എന്തൊരു യാത്രയാണ്. പറയുന്ന കേട്ട് കഴിഞ്ഞാൽ ഉണ്ടല്ലോ ഞാൻ കോരി തരിച്ചുപോയി. ദുബായിൽ എന്തോ ഒരു ഭാഗ്യത്തിന് ഇറങ്ങി കിട്ടി. പിന്നെ ഒമാനിലേക്ക് വന്നപ്പോ ഒമാൻ ബോർഡർ റിജക്ട് ചെയ്തു, റൈറ്റ് ഹാൻഡ് ഡ്രൈവ് പറ്റില്ലാന്ന് പറഞ്ഞു. പിന്നെ സൗദി ബോർഡർ റിജക്ട് ചെയ്തു. അപ്പൊ യുഎയിൽ നടുക്ക് കിടക്കുവാണ്, എന്നാ ചെയ്യേണ്ടത് അറിയാൻ പാടില്ലാത്തതുകൊണ്ട്. പിന്നെ ഞാൻ ഒരു അറ്റംപ്റ്റ് നടത്തി സൗദി ബോർഡറിൽ. അന്നേരം ചെന്നപ്പോ അവര് ചോദിച്ചു, ഈ വണ്ടി കഴിഞ്ഞ ആഴ്ച അവിടെ വന്നതാ, കയറിയാർന്ന് ചോദിച്ചു. ഞാൻ ഒരു തലയാട്ടിലാട്ടി. അവര് പറഞ്ഞു ഓക്കെ ഗെറ്റ് ഇൻ, വെൽക്കം ടു സൗദി അറേബ്യ എന്ന് പറഞ്ഞു. അങ്ങനെ കയറിപ്പോയി, ലക്ക് വെച്ച് കയറിപ്പോയ ഒരാളാണ് ഞാൻ. എന്റെ പേര് മുഹമ്മദ് ഹാഫിസ് എന്നാണ്. അപ്പൊ അവർക്ക് അവിടെ കയറി ചെല്ലുമ്പോൾ അവർക്ക് പേടിയാണ്. നീ ഇന്ത്യന്ന് വന്നാൽ എനിക്കറിയാം, നീ ഇറാഖിൽ പോയെന്ന് ചോദിച്ചു. ഇല്ല, ഇറാഖിൽ പോയല്ലോ. ഇറാഖിൽ പോകാൻ പ്ലാൻ ഉണ്ടോ? നമ്മൾ പ്ലാൻ ഉണ്ട്, എനിക്ക് ലോകം ഫുള്ള് സഞ്ചരിക്കുന്നതാണ് താല്പര്യം. പ്ലാൻ ഉണ്ടെന്നു. മതം പ്രാക്ടീസ് ചെയ്തെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു മതം ഇപ്പൊ 10 വരെ പോയിട്ടുണ്ട്. അപ്പൊ നിനക്ക് എല്ലാ കാര്യം അറിയാം, നിനക്ക് ജൂതന്മാര് ശത്രുക്കളാണെന്ന് അറിയില്ല. ഞാൻ പറഞ്ഞു ഞാൻ ഇതുവരെയായിട്ടും ആരെ ശത്രുവായിട്ട് കണ്ടുള്ള ആളാണ്, പിന്നെ ഇനി മതത്തിൽ പറയുന്ന കാര്യം ശത്രുവായിട്ട് കാണുമെന്ന് ചോദിച്ചു. ഹാഫിസേ, ദബാര ധൈര്യമാണ്. ഇത് എങ്ങനെയാണ് ഈ 50 രാജ്യമൊക്കെ ചുറ്റാന്ന് പറഞ്ഞിട്ട് ഒരു വണ്ടി എടുത്ത് അങ്ങ് ഇറങ്ങുക? ഭയങ്കര പ്രിപ്പറേഷൻ ഉണ്ട്. പിന്നെ 1 വർഷത്തെ പ്രിപ്പറേഷൻ ഉണ്ട്. ഓ, എന്നിട്ടാണ് വണ്ടി എടുത്ത് ഇറങ്ങിയത്. ഇപ്പൊ 13 ആയി. ഇനി ഏകദേശം ഒരു 55 രാജ്യം കൂടെ ഉണ്ടാവും. ഓ, അപ്പൊ വീണ്ടും ഇരട്ടിക്കാൻ മീൻസ് 50 തീരുമാനിച്ചു 25 രാജ്യമാണ് കൂട്ടിക്കണത്. നമ്മൾ അയൽപക്കത്ത് തമിഴ്നാട്ടിൽ പോകാൻ വേണ്ടിട്ട് 3 ദിവസത്തെ തയ്യാറെടുപ്പ്. നമ്മൾ രാജ്യങ്ങളാണ് പാസ് ചെയ്യുന്നത്. പൊളിയാണ് കേട്ടോ ഹാഫിസ് പറയുന്നത്. ഞാൻ കുറച്ചു നേരം വർത്താനം പറഞ്ഞപ്പോൾ ഉണ്ടല്ലോ, ഇടതകളില്ലാതെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുക. ആ സ്പോണ്ടൈനിറ്റി കേൾക്കുമ്പോൾ അറിയാം അത്രയും അറിവുണ്ടെങ്കിലേ സംസാരിക്കാൻ പറ്റുള്ളൂ. മൂവാറ്റുപുഴക്കാരനായ ഹാഫിസിനെ പരിചയപ്പെടാൻ വേണ്ടിയിട്ടാണ് വിളിച്ചു വരുത്തിക്കുന്നത്. നിങ്ങൾക്ക് അറിയാവുന്നത് അൺനോൺ ഡെസ്റ്റിനേഷൻ ഹാഫിസ് എന്നായിരിക്കും. റെക്കോർഡ് എന്തൊക്കെയാണ് കിട്ടിയിരിക്കുന്നത്? റെക്കോർഡ് ഇപ്പൊ നിലവിൽ കിട്ടിയിരിക്കുന്നത് ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡാണ്. യങ്ങസ്റ്റ് ഇന്ത്യൻ ടു ട്രാവൽ അക്രോസ് GCC കൺട്രീസ് ഓൺ ഇന്ത്യൻ രജിസ്റ്റേർഡ്. അതായത് ഒരു ഇന്ത്യൻ നിർമ്മിത വാഹനത്തില് ഇന്ത്യൻ രജിസ്റ്റേർഡ് വാഹനത്തിൽ GCC കൺട്രീസ് ആയ 6 രാജ്യങ്ങൾ സഞ്ചരിച്ചു എന്ന് പറഞ്ഞ റെക്കോർഡാണ് കിട്ടിയത്. അതിൽ ഏറ്റവും പ്രായം കുറഞ്ഞ ആള് ആദ്യമായിട്ടാണ് അങ്ങനെ ഒരു പരിപാടി ചെയ്യുന്നത്. അതിൽ ഏറ്റവും പ്രായം കുറഞ്ഞ ആളെന്നുള്ള രീതിയിൽ 2 റെക്കോർഡും വന്നിട്ടുണ്ട്. എന്നുവെച്ചാൽ ആദ്യമായിട്ട് ഈ 6 രാജ്യങ്ങൾ സഞ്ചരിച്ചു ഇന്ത്യൻ വാഹനം ഉപയോഗിച്ച്. പിന്നെ ഏറ്റവും പ്രായം കുറഞ്ഞ ആള് 19 വയസ്സിൽ ചെയ്തു എന്ന് പറഞ്ഞാണ് വന്നേക്കുന്നത്. ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സും ഏഷ്യ ബുക്ക് ഓഫ് റെക്കോർഡ്സും കിട്ടിയിട്ടുണ്ട്. രണ്ടും കയ്യിൽ വെച്ചിട്ടുണ്ട്. അപ്പൊ ഇനി ഗിന്നസ് റെക്കോർഡാണ്. ഇനി ഗിന്നസ് ബുക്കിന്റെ ഒഫീഷ്യൽ അറ്റംപ്റ്റ് ആയി. യങ്ങസ്റ്റ് ടു ട്രാവൽ അക്രോസ് 74 കൺട്രീസ് ഓൺ എ കാർ എന്ന് പറഞ്ഞാണ് ഗിന്നസിന്റെ ഒഫീഷ്യൽ റെക്കോർഡായാണ്. ഈ 13 രാജ്യം സഞ്ചരിച്ചതിന്റെ വിശേഷങ്ങൾ ഒരുപാട് പറയാനുണ്ട്. പക്ഷെ ഞാൻ ചോദിക്കുന്നത്, താറിൽ ഇത്രയും ദൂരം പോയിട്ടുള്ള ആള്, ഇന്ത്യയിൽ നിന്ന് പോയിട്ടുള്ള ഒരാളാണ്. കാറില് എന്ന് വെച്ചാൽ മേക്ക് ഇൻ ഇന്ത്യ വെഹിക്കിൾസ് ഉപയോഗിച്ച് ആരും പുറത്തേക്ക് പോകാറില്ല. മെയിൻ ആയിട്ടുള്ളൊരു കേസ് കാര്യം പറഞ്ഞാൽ, ഇന്ത്യയിൽ ഉണ്ടാക്കിയ വാഹനം ഒരു താഴ്നിലയിലാണ്. പണ്ട് മുതലേ ബ്രിട്ടീഷുകാരുണ്ട് നമ്മളെ താഴ്നിലയിലാക്കി. കാരണം ഇന്ത്യയിൽ ഉണ്ടാക്കിയ സംഭവങ്ങളെല്ലാം താഴ്ത്ത നിലയിലാണ് ആൾക്കാരുടെ വിചാരം. അപ്പൊ ഞാൻ ഉദ്ദേശിച്ചത് എന്താ വെച്ചാൽ, എന്റെ രാജ്യത്ത് ഇന്ത്യയിൽ ഉണ്ടാക്കിയ വാഹനം കൂടെ എനിക്ക് പുറത്തു പോകണം. അത് മഹേന്ദ്രയുടെ താറാണ് ഞാൻ ചൂസ് ചെയ്തത്.